ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗണിത് മന്ത്ര. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എക്സസൈസ് 8.2-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. 2 tan 30 degree divided by 1 plus tan square 30 degree equal to what? അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് എടുത്തെഴുതാം. സൈൻ 60 ആണോ, കോസ് 60 ആണോ, ടാൻ 60 ഡിഗ്രി ആണോ, അതോ സൈൻ 30 ഡിഗ്രി ആണോ? അപ്പോൾ 2 tan 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ 30 ഡിഗ്രി ചെയ്താൽ നമുക്ക് ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ആരാണ് ആൻസറായിട്ട് വരിക നോക്കണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഈ ടാൻ 30 ഡിഗ്രിയിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ടാൻ 30 ഡിഗ്രിക്കും ടാൻ സ്ക്വയർ 30 ഡിഗ്രിക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ്? 2 tan 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ 30 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടാൻ 30 ഡിഗ്രിക്ക് വാല്യൂ ഇട്ട് കൊടുക്കുന്നു. എന്താ ടാൻ 30 ഡിഗ്രി എത്രയാണ്? 1/√3. 2 tan 30 ഡിഗ്രി. അപ്പോൾ നമ്മൾ എന്താക്കി മാറ്റി? 2 × 1/√3. ടാൻ 30ക്ക് പകരം 1/√3 എഴുതി. ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ 30 ഡിഗ്രി. 1 പ്ലസ് ടാൻ സ്ക്വയർ 30 ഡിഗ്രിയിൽ എന്തായി? 1 പ്ലസ് 1/√3 ഹോൾ സ്ക്വയർ. ടാൻ 30 1/√3 ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ 30 വരുമ്പോൾ 1/√3 ഹോൾ സ്ക്വയർ വരും. ഇനി ഇത് സോൾവ് ചെയ്യുക. 2 × 1/√3 പറഞ്ഞാൽ എത്രയാണ്? 2/√3. 2/√3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/√3. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ എന്താവും? 1 സ്ക്വയർ പറഞ്ഞാൽ 1 ആണ്. √3 സ്ക്വയർ പറഞ്ഞാൽ എത്ര കിട്ടും? 3 ആണ്. അപ്പോൾ നമ്മളിവിടെ സ്ക്വയർ ചെയ്ത് എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് എവിടേക്കാണ്? 2/√3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/3 കിട്ടി. ഇനി 2/√3നെ അങ്ങനെ തന്നെ എഴുതി. ഡിനോമിനേറ്ററിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 3 പ്ലസ് 1/3 ദാറ്റ് ഈസ് 2/√3 ഡിവൈഡഡ് ബൈ 4/3 കിട്ടി. ഇതെന്ത് ഫോമുല? A/B ഡിവൈഡഡ് ബൈ C/D ഫോമുല. അപ്പോൾ നമ്മൾ ഇതിനെ എന്താക്കും? മുകളിലോട്ട് കൊണ്ടുപോയി ഇൻറ്റു ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 2/√3 ഇൻറ്റു 4/3 മുകളിൽ പോകുമ്പോൾ എന്താവും? 3/4 ആവും. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും, തിരിഞ്ഞു പോവും. അപ്പോൾ 2/√3 ഇൻറ്റു 4/3ക്ക് പകരം 3/4 ആവും. വിച്ച് ഇസ് ഈക്വൽ ടു ഈ 2ഉം 4ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം. 2ഉം 4ഉം കട്ട് ചെയ്ത് കളയുമ്പോൾ എന്താവും? 3/2√3 ആവും. ഈ 2ഉം 4ഉം കട്ട് ചെയ്ത് കളയുമ്പോൾ 1/2 ആണ് വരിക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ? 1/√3. ഇവിടെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് 1/√3 ആണ് കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മളൊരു വാല്യൂ, ഈ 3നെ നമുക്ക് എന്തെന്ന് എഴുതാം? √3 × √3 എന്ന് എഴുതാം. √3 × √3 പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. √3 × √3 പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ നമുക്ക് 3ക്ക് പകരം എന്ത് എഴുതാം? √3 × √3 എന്ന് എഴുതാം. കാരണം അപ്പോൾ നമുക്ക് ഈ √3നെ കട്ട് ചെയ്ത് കളഞ്ഞൂടെ? അതിന് വേണ്ടിയിട്ട് നമ്മൾ 3നെ എന്താക്കി മാറ്റി? √3 × √3 എന്ന് എഴുതി. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയപ്പോൾ ബാക്കി എന്താ ഉള്ളത്? 1/√3 ഇൻറ്റു √3 × √3/2ൽ √3 കട്ട് ചെയ്തപ്പോൾ ഫൈനൽ ആൻസർ എന്ത് മാത്രമായി? √3/2. അപ്പോൾ ഇവിടെയാണ് സംശയം വരിക. ഈ 3ക്ക് പകരം നമ്മൾ എന്ത് എഴുതി? √3 × √3 എന്ന് എഴുതി. ഫൈനലായിട്ട് √3 കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഫൈനൽ ആൻസർ √3/2 വന്നു. √3/2 പറഞ്ഞാൽ ഇതിൽ ആരാണ് നോക്കുക? സൈൻ 60 √3/2 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? സൈൻ 60 ഡിഗ്രിയാണ്. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 2 tan 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ 30 ഡിഗ്രി പറഞ്ഞാൽ സൈൻ 60 ഡിഗ്രിയാണ്. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ സിമ്പിളാണ് കേട്ടോ. 1 മൈനസ് ടാൻ സ്ക്വയർ 45 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ 45 ഡിഗ്രി എത്രയാണെന്നാണ് ചോദിച്ചിട്ടില്ലേ? ടാൻ 90 ആണോ, 1 ആണോ, സൈൻ 45 ഡിഗ്രി ആണോ, അതോ 0 ആണോ? ഈ ഓപ്ഷൻസിൽ ഏതാണ് ആൻസർ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അവിടെ ടാൻ 30ക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇവിടെ എന്താ? ടാൻ സ്ക്വയർ 45 ഡിഗ്രിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
1 മൈനസ് ടാൻ സ്ക്വയർ 45 ഡിഗ്രിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടാൻ 45 നമുക്കറിയാം 1 ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ 45 ഡിഗ്രി പറഞ്ഞാൽ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ 45 ഡിഗ്രി, അതായത് 1 പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ ടാൻ 45 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്തായി 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ആയി. 1 മൈനസ് 1 പറഞ്ഞാൽ 0, 0/2. അപ്പോൾ 0/2 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി തേർഡ് സബ് ക്വസ്റ്റ്യൻ. Sin 2a is equal to 2 sin a. It is true when a equal to 0 ഡിഗ്രി ആണോ, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി. ഇതിൽ ഏത് ഡിഗ്രി വരുമ്പോഴാണ് അല്ലെങ്കിൽ ഏത് ആംഗിൾ വരുമ്പോഴാണ് sin 2a is equal to 2 sin a ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുക തന്നെ പറ്റുള്ളൂ. അതായത് ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം 0 ഡിഗ്രി ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ ഈക്വൽ ടു കിട്ടുന്നില്ല എങ്കിൽ 30 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 30 ഡിഗ്രിയും ആൻസർ അല്ലാന്നുണ്ടെങ്കിൽ 45, അങ്ങനെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ ഓരോ ആംഗിളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. അതായത് 0 ഡിഗ്രി ഇട്ട് കൊടുത്ത് നോക്കുക. ആൻസർ കിട്ടിയില്ലെങ്കിൽ മാത്രം 30 ഡിഗ്രി ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 0 ഡിഗ്രി ഇട്ടിട്ട് ചെയ്യാൻ പോവാം. അതായത് ഇവിടെ എ വരുന്നിടത്ത് മുഴുവൻ sin 2a വരുന്നിടത്ത് 0 കൊടുക്കണം. 2 sin എക്ക് പകരം 0 കൊടുക്കണം. അപ്പോൾ എ ഈക്വൽ ടു 0 ഫസ്റ്റ് തന്നെ ഓപ്ഷൻ എ വെച്ച് നോക്കാൻ പോകാട്ടോ നമ്മൾ. അപ്പോൾ ലെറ്റ് എ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താവും sin 2 × 0 ഈസ് ഈക്വൽ ടു 2 sin 0 ഡിഗ്രി. ദാറ്റ് ഈസ് 2 × 0 ഡിഗ്രി പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ sin 0 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2 sin 0 ഡിഗ്രി. sin 0 ഈസ് ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു 2 × sin 0, 0. അപ്പോൾ എന്തായി, അത് തന്നെ ഈക്വൽ ആണ്. അപ്പോൾ എ 0 ആവുമ്പോഴാണ് sin 2a ഈസ് ഈക്വൽ ടു 2 sin a ആവുന്നത്. ഇനി ഇതിപ്പോൾ 0 ഡിഗ്രി കിട്ടിയില്ല എങ്കിൽ അടുത്തത് എ ഈക്വൽ ടു 30 ഡിഗ്രി കൊടുത്ത് നോക്കുക. അപ്പോൾ sin 2 × 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2 sin 30 ഡിഗ്രി എന്ന് വരും. അപ്പോൾ sin 2 × 30 ഡിഗ്രി ദാറ്റ് ഈസ് sin 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2 sin 30 ഡിഗ്രി എന്ന് വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഈക്വൽ ആയിട്ട് കിട്ടില്ല. √3/2 ഈക്വൽ ടു 1 നോട്ട് ഈക്വൽ ടു 1 എന്ന രൂപത്തിലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 0 ഡിഗ്രി ആൻസർ കിട്ടിയില്ല എങ്കിൽ മാത്രം അടുത്ത ഓപ്ഷൻ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് 0 ഡിഗ്രി തന്നെ ആൻസർ ആയിട്ട് വന്നു. ദാറ്റ് ഈസ് sin 2a ഈസ് ഈക്വൽ ടു 2 sin a. ഇറ്റ് ഈസ് ട്രൂ വെൻ a ഈക്വൽ ടു 0 ആവുമ്പോൾ. ഇനി അടുത്തത് ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ കേട്ടോ. 2 tan 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ 30 ഡിഗ്രി. ഇതിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത അതേ മെത്തേഡ്, പ്ലസ്സിന് പകരം ഇവിടെ മൈനസ് ആയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ 2 tan 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 മൈനസ് 30 ഡിഗ്രിയിൽ 1 മൈനസ് ടാൻ സ്ക്വയർ 30 ഡിഗ്രിയിൽ നമ്മൾ tan 30ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. tan 30ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 2 × 1/√3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/√3 ഹോൾ സ്ക്വയർ. അതായത് tan 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√3 ആണ്. അപ്പോൾ രണ്ട് സൈഡിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും tan 30ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിനോമിനേറ്ററിൽ സ്ക്വയർ ഉള്ള കാരണം 1/√3 ഹോൾ സ്ക്വയർ വന്നു. ഇനി 2 × 1/√3 പറഞ്ഞാൽ 2/√3 ഡിവൈഡഡ് ബൈ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായി മാറും, 1 മൈനസ് 1/3 ആയി മാറും. 2/√3 ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 3 മൈനസ് 1/3 ദാറ്റ് ഈസ് 2/√3 ഡിവൈഡഡ് ബൈ 2/3. ഇനി നമ്മൾ ഇതിനെ മുകളിലോട്ട് കൊണ്ടുപോയി, ഡിനോമിനേറ്ററിനെ നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോയി ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2/√3 ഇൻറ്റു 3/2 എന്നാവും. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ 3നെ എന്താക്കി എഴുതുന്നു, √3 × √3 എന്ന് എഴുതുന്നു. 3 എന്ന് എഴുതുന്നത് തന്നെയാണ് √3 × √3. അപ്പോൾ √3 × √3 ഡിവൈഡഡ് ബൈ √3 പറയുമ്പോൾ ഒരു √3 കട്ട് ചെയ്ത് പോകും. ന്യൂമറേറ്ററിൽ ഒരെണ്ണം ഡിനോമിനേറ്ററിലത്തെ √3യും കട്ട് ചെയ്ത് പോവും. ഫൈനൽ ആൻസർ √3 ആവും. അപ്പോൾ 2 tan 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ √3 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ഓപ്ഷനിൽ നോക്കുക. cos 60 √3 അല്ല, sin 60യും √3 അല്ല, tan 60 ഡിഗ്രി ആണ് √3. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, tan 60 ഡിഗ്രി. അതായത് 2 tan 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു tan 60 ഡിഗ്രി. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലത്തെ എല്ലാ സബ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. If tan a plus b is equal to √3 and tan a minus b is equal to 1/√3 were 0 degree less than a plus b less than or equal to 90 degree, a greater than b, find a and b. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, tan a plus b ചെയ്താൽ √3 കിട്ടും, tan a minus b ചെയ്താൽ 1/√3 കിട്ടും.
ഇനി എ പ്ലസ് ബിയുടെ വാല്യൂ എങ്ങനെയാണ്? 0 ഡിഗ്രിക്ക് മുകളിലും 90 ഡിഗ്രിക്ക് താഴെ അല്ലെങ്കിൽ ഈക്വലായിട്ടാണ്. 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലാണ്. ഇവിടെ ഒരു ഈക്വൽ ടു വരുന്ന കാരണം ചിലപ്പോൾ 90 ഡിഗ്രി ആവാം. ഇനി എ ഗ്രേറ്റർ ദാൻ ബി, ബിനേക്കാളും വലുതാണ് എ. നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ തന്നിട്ടുള്ള കാര്യങ്ങളെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട. ഈ വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? tan a പ്ലസ് ബി ഈസ് ഈക്വൽ ടു √3 ആൻഡ് tan a മൈനസ് ബി ഈസ് ഈക്വൽ ടു 1/√3. അത് രണ്ടും വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് tan a പ്ലസ് ബി ഈസ് ഈക്വൽ ടു √3. അതായത് എപ്പോഴാണ് √3 വരുന്നത്? ടാൻ്റെ വാല്യൂ എപ്പോഴാണ് √3 വരിക? 60 ഡിഗ്രി ആവുമ്പോൾ. അപ്പോൾ tan a പ്ലസ് ബി ഈസ് ഈക്വൽ ടു √3 എപ്പോഴാണ്? tan 60 ഡിഗ്രി ആവുമ്പോൾ. tan a പ്ലസ് ബി ഈസ് ഈക്വൽ ടു √3 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എപ്പോഴാണ് ടാൻ്റെ വാല്യൂ √3 ആവുന്നതെന്ന് നോക്കുക. നമ്മൾ ട്രിഗ്നോമെട്രിക് ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടും. √3 എപ്പോഴാണ് ടാൻ്റെ വാല്യൂ ആവുക? 60 ഡിഗ്രിയിലാണ്. അപ്പോൾ നമ്മൾ √3ക്ക് പകരം അവിടെ എന്ത് കൊടുത്തു? tan 60 ഡിഗ്രി കൊടുത്തു. അപ്പോൾ tan a പ്ലസ് ബി ഈസ് ഈക്വൽ ടു tan 60 ഡിഗ്രി. അതായത് a പ്ലസ് ബി ചെയ്താൽ 60 ഡിഗ്രി കിട്ടും. a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്താ? tan a മൈനസ് ബി ഈസ് ഈക്വൽ ടു 1/√3. അപ്പോൾ എന്താ നോക്കുക? ഏത് വാല്യൂവിലാണ്, ഏത് ആംഗിളിലാണ് 1/√3 ആവുന്നത്? tan 1/√3 ആവുന്നത് നോക്കുക. tan 30 ഡിഗ്രിയിലാണ്. അപ്പോൾ tan a മൈനസ് ബി ഈസ് ഈക്വൽ ടു 1/√3ക്ക് പകരം tan 30 ഡിഗ്രി എന്ന് കൊടുത്തു. നേരത്തെ പോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി? a മൈനസ് ബി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടി. അത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻസ് കിട്ടി. ഇനി ഈ 2 ഇക്വേഷൻസ് ആഡ് ചെയ്യാം. 2 ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി പ്ലസ് a മൈനസ് ബി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ബിയും പോസിറ്റീവ് ബിയും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ ഉള്ളത്? ഈ സൈഡ് a പ്ലസ് a ചെയ്യുമ്പോൾ 2a, 60 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ചെയ്യുമ്പോൾ 90. അപ്പോൾ 2a ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടി. ദാറ്റ് ഇസ് a ഈസ് ഈക്വൽ ടു 45. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ബി ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി വരുന്നത് 2a ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ്. അതിൽ നിന്ന് a ഈസ് ഈക്വൽ ടു 90/2 ദാറ്റ് ഇസ് 45 ഡിഗ്രി. ഇനി നമ്മൾ എയുടെ വാല്യൂ ഒന്നില്ലെങ്കിൽ ഇക്വേഷൻ 1 അല്ലെങ്കിൽ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും? a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇതാണ് ഇക്വേഷൻ 1. അപ്പോൾ എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 45 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ദാറ്റ് ഇസ് ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി. ബി ഈക്വൽ ടു എത്ര കിട്ടി? 15 ഡിഗ്രി കിട്ടി. അപ്പോൾ ബി പറയുന്നത് 15 ഡിഗ്രിയാണ്, എ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ എ ഗ്രേറ്റർ ദാൻ ബി? ശരിയാണ്. 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലാണ്. എ പ്ലസ് ബി ചെയ്ത് കഴിഞ്ഞാൽ 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. ഇത്രയേ ഉള്ളൂ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. ഇനി ആ എക്സസൈസിൽ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, state whether the following are true or false, justify your answer. അതിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, സൈൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് സൈൻ ബി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സൈൻ എ പ്ലസ് ബി ചെയ്താൽ നമുക്ക് സൈൻ എ പ്ലസ് സൈൻ ബി കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ പറയാം, ഫോൾസ് ആണ്. ഇനി നമുക്കത് ജസ്റ്റിഫൈ ചെയ്യണം. എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം? അതിനായിട്ട് നമ്മൾ എക്കും ബിക്കും ഏതെങ്കിലും ഒരു തീറ്റ ആംഗിൾ എടുക്കുക. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എടുത്തു. എ 30, ബി 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ നമ്മൾ എക്ക് 30 ഡിഗ്രിയും ബിക്ക് 60 ഡിഗ്രിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താവും? സൈൻ 30 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു സൈൻ 30 ഡിഗ്രി പ്ലസ് സൈൻ 60 ഡിഗ്രി. ഈ സൈഡിൽ സൈൻ 30 പ്ലസ് 60 ഈസ് ഈക്വൽ ടു ഈ സൈഡ് എന്താവും? സൈൻ 30 പ്ലസ് സൈൻ 60. എക്കും ബിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി സൈൻ 30 പ്ലസ് 60 പറഞ്ഞാൽ എന്താ? സൈൻ 90 ഡിഗ്രിയാണ്. ഈസ് ഈക്വൽ ടു സൈൻ 30 പ്ലസ് സൈൻ 60. ഇനി നമുക്ക് ഓരോന്നിനും വാല്യൂ കൊടുക്കാം. സൈൻ 90 എത്രയാണ്? 1 ആണ്. ഈ 1 നോട്ട് ഈക്വൽ ടു സൈൻ 30 പറഞ്ഞാൽ 1/2 ആണ്, സൈൻ 60 പറഞ്ഞാൽ √3/2 ആണ്. ഈ രണ്ട് വാല്യൂവും എങ്ങനെ കൂട്ടിയാലും നമുക്ക് 1 കിട്ടില്ല. സോ നമ്മുടെ ഈ തന്നിട്ടുള്ള ഇക്വേഷൻ തെറ്റാണ്. ദാറ്റ് ഈസ് ഫോൾസ് ആണ്. ഇത് സൈൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് സൈൻ ബി ആവില്ല. അതിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് നമ്മൾ ചെയ്തു. ഇപ്പോൾ എ 30 ഡിഗ്രി ബി 60 ഡിഗ്രി കൊടുത്തിട്ട് ഈ ഇക്വേഷനിൽ എക്കും ബിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ വാല്യൂ എഴുതി. ഇതിന് ബേസായിട്ട് നമ്മൾ ട്രിഗ്നോമെട്രിക് ടേബിൾ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സൈൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ്, സൈൻ 30 പറഞ്ഞാൽ 1/2, സൈൻ 60 പറഞ്ഞാൽ √3/2. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നോട്ട് ഈക്വൽ ടു എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. Second question, the value of sin theta increases as theta increases.
തീറ്റ കൂടുന്നതിനനുസരിച്ച് സൈൻ തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ 0 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി അങ്ങനെ ഓരോ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് സൈൻ തീറ്റയുടെ വാല്യൂം കൂടും എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് ട്രൂ. ആൻസർ ട്രൂ ആണ്. ഇനി നമുക്കത് ജസ്റ്റിഫൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? നമ്മളിപ്പോൾ ട്രിഗ്നോമെട്രിക് ടേബിൾ നോക്കുകയാണെങ്കിൽ തീറ്റ എന്തൊക്കെയാണ്? 0 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഇനി നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും സൈൻ വാല്യൂ എഴുതി നോക്കാം. സൈൻ 0 ഡിഗ്രി എത്രയാണ്? 0. സൈൻ 30 ഡിഗ്രി 1/2, സൈൻ 45 ഡിഗ്രി 1/√2, സൈൻ 60 ഡിഗ്രി √3/2 ആൻഡ് ലാസ്റ്റ് സൈൻ 90 ഡിഗ്രി 1 ആണ്. അപ്പോൾ തീറ്റ ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്ത് പോകും പോലെ തന്നെ സൈൻ തീറ്റയുടെ വാല്യൂം ഇൻക്രീസ് ചെയ്യാണ്. 0യിൽ നിന്ന് 1 ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ ഇൻക്രീസസ് ആസ് തീറ്റ ഇൻക്രീസസ്. ഇനി അടുത്തത് ഇതേപോലെ തന്നെയാണ്, പക്ഷേ കോസ് തീറ്റയുടെ വാല്യൂ ആണ്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. The value of cos theta increases as theta increases. നേരത്തെ നമ്മൾ സൈൻ തീറ്റയുടെ ചെയ്തു, ഇപ്പം നമ്മൾ ഏതാ? കോസ് തീറ്റ. The value of cos theta increases as theta increases. അപ്പോൾ അത് ഫോൾസ് ആണ്. ജസ്റ്റിഫിക്കേഷൻ നോക്കാം. എങ്ങനെയാണ്? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ തീറ്റ നമ്മൾ ഓരോ വാല്യൂ 0 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി കൊടുത്തു. ഇനി നമ്മൾ അതിൻ്റെ കോസ് വാല്യൂ എഴുതുക. കോസ് 0 ഡിഗ്രി 1 ആണ്. കോസ് 30 ഡിഗ്രി √3/2, കോസ് 45 ഡിഗ്രി 1/√2, കോസ് 60 ഡിഗ്രി 1/2 ആൻഡ് കോസ് 90 ഡിഗ്രി 0. 1ൽ നിന്ന് 0 ആവുക ചെയ്തത്, അതായത് കുറയാണ് ചെയ്തത്. 0 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രിയിലേക്ക് പോകും തോറും കോസ് തീറ്റയുടെ വാല്യൂ 1ൽ നിന്ന് 0 ആയിട്ട് കുറയുക ചെയ്തത്. വാല്യൂ ഓഫ് കോസ് തീറ്റ ഡിക്രീസസ് ആസ് തീറ്റ ഇൻക്രീസസ്. അപ്പോൾ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, അതായത് ഫോൾസ് ആണ്. കോസ് തീറ്റ കുറയാണ് ചെയ്യുക തീറ്റ കൂടുന്നതിനനുസരിച്ച്. സൈൻ തീറ്റയുടെ കേസ് ആണെങ്കിൽ കൂടുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. അടുത്തത് ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ. തീറ്റ ഏത് വാല്യൂ ആയാലും, അതായത് 0, 30, 45, 60, 90 ഏത് വാല്യൂ കൊടുത്താലും സൈൻ തീറ്റയും കോസ് തീറ്റയും സെയിം ആണെന്ന് അല്ല. നമുക്കറിയാം ഫോൾസ് ആണ്. അതിന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കുക. 0 ഡിഗ്രി എടുക്കുക, അല്ലെങ്കിൽ 30 ഡിഗ്രി എടുക്കുക. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഞാനിവിടെ 90 ഡിഗ്രി എടുത്തു. തീറ്റ 90 ഡിഗ്രി ആയാൽ സൈൻ 90 ഈസ് ഈക്വൽ ടു കോസ് 90 ആവുമെന്നാണ് അവർ പറയണേ. ആണോ? എങ്ങനെയാണ്? സൈൻ 90 ഈക്വൽ ടു 1 ആണ്, കോസ് 90 പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ. 1 ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ആവില്ല. ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ആവില്ല. 45 ഡിഗ്രിയിൽ സെയിം ആവും. സൈൻ 45 ഡിഗ്രി ഈക്വൽ ടു കോസ് 45 ഡിഗ്രി, കാരണം രണ്ടും 1/√2 ആണ്. പക്ഷേ എല്ലാത്തിനും സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ആണെന്ന് പറയാൻ പറ്റില്ല. ഓൺലി ഫോർ 45 ഡിഗ്രിക്ക് മാത്രമാണ് ഈക്വൽ ആവുള്ളൂ, ബാക്കി ഒന്നിനും ഈക്വൽ ആവില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നമ്മൾ ഇട്ട് കൊടുത്ത് നോക്കുക. തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി കൊടുക്കുമ്പോൾ നമുക്കറിയാം 1 ഇസ് നോട്ട് ഈക്വൽ ടു 0. ഇതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. കോട്ട് AZ is not defined for A is equal to 0 degree. Cot A is not defined for A is equal to 0 degree. A 0 ഡിഗ്രി ആകുമ്പോൾ, അതായത് കോട്ട് 0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണെന്ന് ട്രിഗ്നോമെട്രിക് ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ഇറ്റ് ഇസ് ട്രൂ. അതായത് വെൻ A 0 ഡിഗ്രി ആകുമ്പോൾ, ജസ്റ്റിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ കാരണം മാത്രം നമുക്കിത് എഴുതാം. വെൻ A is equal to 0 ഡിഗ്രി ആകുമ്പോൾ കോട്ട് 0 is equal to 1/0 ആണ്. ഡിനോമിനേറ്ററിൽ 0 വന്നാൽ നമുക്കറിയാം വിച്ച് ഇസ് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്രൂ ആണ്. ഇതാണ് നമ്മുടെ എക്സസൈസ് 8.2.